തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വിൻസെൻഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോണയാണ്. സിസ്റ്ററെ സ്വാഗതം. കൂടാതെ രണ്ട് വിശിഷ്ട അതിഥികൾ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഫാദർ ജോസ് പൈപ്പിള്ളി CMI, അച്ഛൻ തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ്. അച്ഛ സ്വാഗതം. ഒപ്പം മലയാറ്റൂർ കുരിശുമുടി മുൻ സ്പിരിച്വൽ ഡയറക്ടറും മൈനർ സെമിനാരി സ്പിരിച്വൽ ഡയറക്ടറും യുവജന ശുശ്രൂഷകനുമായിട്ടുള്ള ഫാദർ വക്കച്ചൻ കൂമ്പയിലാണ്. അച്ഛ സ്വാഗതം. സിസ്റ്റർ, ഈ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ ഏതൊരു പ്രായക്കാരിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്? ഇപ്പോൾ ഒരു മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്, എല്ലാ മനുഷ്യർക്കും, അത് ഇന്ന പ്രായം അല്ലെങ്കിൽ ഇന്ന കാറ്റഗറി എന്നൊന്നുമില്ല, എല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യമാണ് മാനസിക ആരോഗ്യം. കാരണം മാനസിക ആരോഗ്യവും ഒരു മനുഷ്യൻ്റെ ജീവിത ചര്യകളും അല്ലെങ്കിൽ ജീവിത പ്രയാണവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ തന്നെ അതിന് വേറിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ശാരീരികമായിട്ടുള്ള ആരോഗ്യം, അതുപോലെ തന്നെ അവരുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു നിപുണതകൾ, സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ, ആത്മീയമായിട്ടുള്ള അവരുടെ ആ ഉണർവ്, ഇതിനെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് നമുക്കൊരു മാനസിക ആരോഗ്യം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് ഈ പ്രായത്തിലുള്ളവർക്ക് കൂടുതലായിട്ടുണ്ടാകും, ഇന്ന പ്രായത്തിലുള്ളവർക്ക് കുറവ് സാധ്യതകളാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. ഏത് സാഹചര്യത്തിലുള്ളവർക്കും എപ്പോൾ വേണമെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ അവർക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് മാനസിക പ്രശ്നങ്ങൾ. അതാണ്. അപ്പോൾ ഓരോ പ്രായത്തിനും അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങൾ, അതായത് നമ്മൾ പറയുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ട മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യമല്ല ഒരു യുവാവിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു യുവാവിന് കൊടുക്കേണ്ട അതേപോലെ തന്നെയുള്ള ഒരു പരിഹാര മാർഗങ്ങളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അല്ല നമ്മളൊരു വാർദ്ധക്യ ദിശയിലുള്ള ഒരാൾക്ക് കൊടുക്കേണ്ടത്. അപ്പം ഏത് പ്രായക്കാർക്കാണെങ്കിലും അവരവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു മാനസിക ആരോഗ്യത്തിൻ്റെ തലം കുടുംബത്തിൽ, സമൂഹത്തിൽ ഉണ്ടായിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ തലങ്ങളിലുള്ളവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും കാണുന്ന വ്യക്തികളും വ്യത്യസ്തരാണല്ലോ. കുഞ്ഞുങ്ങളും യുവാക്കളും മുതിർന്നവരൊക്കെ, അതാണല്ലോ അവരെ ബാധിക്കുക. തീർച്ചയായിട്ടും ഇപ്പൊ ഒരു കുട്ടിക്ക് ബാധിക്കുന്ന ഒരു പ്രശ്നം ഒരു യുവാവിനെ ബാധിക്കണം എന്നില്ല. സാധാരണയായിട്ട് ഇപ്പൊ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മാനസിക ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മാനസികമായ സംഘർഷാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾ വളരുന്ന പ്രായമാണ്. കൂടുതലും അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ, അവരുടെ വൈകാരിക തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് അവരുടെ മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് അയാളെ മുന്നോട്ട് നയിക്കാനായിട്ടൊരു തടസ്സമായി നിൽക്കുന്നത്, പ്രതിബന്ധമായി നിൽക്കുന്നത്, അതിനെ മനസ്സിലാക്കുക, അതിന് അവർക്ക് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു കൊടുക്കുക. അതാണ് ഓരോ പ്രായത്തിലുള്ളവർക്കും നമുക്ക് മാനസിക ആരോഗ്യം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യം. പഠന വൈകല്യങ്ങൾ വളരെ രൂക്ഷമായിട്ട് ബാധിക്കുന്നതാണ്. കാരണം പഠിക്കാനായിട്ട് അവർ പോകുമ്പോൾ അതിനൊരു വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്, അത് മനസ്സിലാക്കാതെ അവരോട് പെരുമാറുന്ന അധ്യാപകരും മാതാപിതാക്കളും തമ്മിലുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. ഒരു ഭയങ്കര സംഘർഷമാണ്. ഒരു കാലഘട്ടം വരെയൊക്കെ ഒരു പഠന വൈകല്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മുടെ സമൂഹം കണ്ടിരുന്നില്ല, അംഗീകരിച്ചിരുന്നില്ല. താരേസമയം പറഞ്ഞ സിനിമയിൽ വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ എടുത്ത് വളർത്തി വളരെ മനോഹരമായ നിലയിൽ എത്തിക്കുന്നുണ്ട്. അതെ. കാരണം അങ്ങനെയുള്ള ഒരു കാര്യം, ഒരു വിഷ്വൽസ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇന്നത്തെ സമൂഹത്തെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നു. കാരണം ചില ആറ്റിറ്റ്യൂഡുകൾ, മനോഭാവങ്ങളൊന്ന് മാറിക്കിട്ടാനായിട്ട് ഇതുപോലെയുള്ള ശാസ്ത്രീയതയുടെ ബേസിക്സിലുള്ള ചില കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പിന്നെ കുട്ടികളെ മനസ്സിലാക്കാതെ, കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കാതെ കുട്ടികളെ ഇന്ന പ്രൊഫഷനിലേക്ക് ഒരുക്കണം എന്ന് മാതാപിതാക്കന്മാർ തീരുമാനിച്ചിട്ട് അതനുസരിച്ച് കുട്ടികളെ അവർ ഫോഴ്സ് ചെയ്യുമ്പോൾ അത് വലിയ മാനസികമായ പ്രശ്നങ്ങളിലേക്ക് വരുന്നതായിട്ട് വളരെ കോമൺ ആണത്. ഉണ്ട്. ഇപ്പം അത് മാതാപിതാക്കൾ മാത്രമല്ല, ഇപ്പൊ അധ്യാപകരും ആ ഒരു രീതിയിലേക്ക് വരുന്നു. ഫുൾ എ പ്ലസ് ആ ഒരു രീതിയിലേക്കൊക്കെ വരുന്നു. ഇപ്പൊ വിജയം ഇപ്പൊ നമ്മളത് പറയുമ്പോഴത്തേക്ക് ചിലപ്പം ആരെങ്കിലും ഒക്കെ ചോദിക്കാം, കുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയച്ചു കഴിയുമ്പോഴത്തേക്ക് അല്ലെ സ്കൂളിലേക്ക് അയച്ചു കഴിയുമ്പോൾ അവർ പഠിക്കണ്ടേ, അവർ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങിക്കണ്ടേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ, അതേ ബൗദ്ധിക തലമുണ്ട്. നമ്മളത് പറയുന്ന ദൈവം നൽകിയിരിക്കുന്ന ഒരു ദാനമാണെന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഒരു ബുദ്ധിയുടെ തലത്തെ നമുക്കത് വലിയ രീതിയിൽ മാറ്റം വരുത്താനൊന്നും പറ്റില്ല. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന IQ, അതായത് ഇന്റലിജൻസ് കോഷൻ എന്ന് പറയുന്നത്, അതിൽ അയാളിൽ ഡിറ്റർമിൻഡ് ആണ്, അയാളിൽ സ്ഥാപിതമാണ്, അത് ദൈവം കൊടുത്തതാണ്. അപ്പം അതിനെ നമുക്ക് ടോണിക്ക് കൊടുത്തോണ്ടോ പച്ചമരുന്ന് കൊടുത്തോണ്ടോ ഗുളിക കഴിച്ചുകൊണ്ടൊന്നും ഇതിനെ മാറ്റാനായിട്ട് പറ്റില്ല. കാരണം ചില സമയങ്ങളിൽ ചില കുട്ടികളെയും കൊണ്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് പറയും, സിസ്റ്റർ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് ഇവന്റെ ബുദ്ധിശക്തി കൂട്ടാൻ പറ്റും. അപ്പം ബുദ്ധിശക്തി കൂട്ടുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് അവന്റെ ശ്രദ്ധ കൂട്ടാനായിട്ട് പരിശ്രമം കൊണ്ട് അതിനെ പരിപോഷിപ്പിക്കാൻ പറ്റും. നമ്മൾ പറയുന്നത് ഒരു 1/2 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കുപ്പിയില് അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് 1/2 ലിറ്റർ ആണ്. അല്ലാതെ നമ്മൾ 1 ലിറ്റർ ഒരു ബക്കറ്റിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് മൊത്തവും ഈ 1/2 ലിറ്റർ കുപ്പിയിൽ ഒഴിച്ചു വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില സമീപനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നേരെ എടുക്കുന്നുണ്ട് എങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്, അവർക്കുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇതെല്ലാം ഇവരുടെ മാനസിക ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടിയിൽ നിന്ന് പിന്നെ അവർ കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോഴും ഇതുപോലെ ഒരു സംഘർഷാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതെ, ഇപ്പം മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ മാനസിക സംഘർഷങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ ഈ ഒരു മത്സര യുഗത്തിലാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് ബേർഡൻ ആവുന്നുണ്ട്. അവർക്കില്ലാത്ത സ്കില്ലും അവർക്കില്ലാത്ത കഴിവുകളൊക്കെ തെളിയിക്കേണ്ട, അതും മികച്ച രീതിയിൽ തെളിയിക്കേണ്ട ഒരു സാഹചര്യം, സമ്മർദ്ദ അവസ്ഥ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സമൂഹം ഓൾറെഡി അതുപോലെയുള്ള കാര്യങ്ങൾ സെറ്റപ്പാണ്. അതില്ലെങ്കിൽ എന്തോ കുറവുള്ളതുപോലെ ആയി കഴിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിൽ തന്നെയാണെങ്കിലും ടീച്ചേഴ്സിന്റെ ഭാഗത്തും അങ്ങനെ ഉണ്ടാവും. പല കുട്ടികളും അവരുടെ പഠനത്തിൽ ചിലപ്പോൾ നല്ല പറഞ്ഞ പോലെ മികച്ചതല്ലായിരിക്കും, പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ കലാപരമായിട്ടാണെങ്കിലും കായികപരമായിട്ടും അവർക്ക് നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. അതിലവർ നല്ല അവരുടെ മാക്സിമം അവർ അതിലിടുന്നുണ്ടാവും. പക്ഷെ ടീച്ചേഴ്സ് നോക്കുമ്പം ഓക്കെ ഈ കുട്ടി പഠിക്കുന്നില്ല, എന്നിട്ടാണ് അതിന് പോകുന്നത്. അതുകൊണ്ട് അവരെ മാനസികമായിട്ട് തളർത്തുന്നതൊക്കെ വരുമ്പം ഇവർക്കത് സംഘർഷങ്ങൾ ഒരുപാടായിട്ട് മറ്റു രോഗങ്ങളിലേക്ക് പോവാൻ കാരണമാവും. അല്ല, പൊതുവായിട്ട് പറയുന്നത് പോലും ഡിഫറന്റലി ഏബിൾഡ് എന്നാണല്ലോ. അതായത് ഒരു പലതരത്തിലാണ്, വ്യത്യസ്തരായ കഴിവുകളാണുള്ളത്. പക്ഷെ പഠനം മാത്രമാണ് യഥാർത്ഥ കഴിവെന്ന്. കാരണം അതൊരു കാരണമുണ്ട്, അത് വിസിബിൾ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ്. അത് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അധ്യാപകർ, ഗുരുക്കന്മാര് അത് തിരിച്ചറിയേണ്ട മേഖല കഴിഞ്ഞു ഉണ്ട്. ഇപ്പൊ നമുക്ക് കുട്ടികളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഓരോ കേസസും എടുക്കുമ്പോഴും നമുക്ക് ഇരുന്ന് ചിന്തിക്കുമ്പം ഒത്തിരി സഹതാപം തോന്നും ഈ കുഞ്ഞിനോട്. കാരണം മാതാപിതാക്കളുടെ ഡിമാൻഡ്, ടീച്ചേഴ്സിന്റെ ഡിമാൻഡ്, അപ്പൊ അതനുസരിച്ച് അവന് പോകാൻ പറ്റാത്ത അവന്റെ ഒരു അവസ്ഥ, ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഇനിയിപ്പം ഇതിന്റെ ഒരു മറുവശവും കൂടി ഉണ്ട് കേട്ടോ. കാരണം ഇന്റലക്ച്വലി ഹൈ ഫങ്ഷനിങ് ആകുന്ന ഒരു കുട്ടിക്ക് സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വന്ന് ഇവന് കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. അപ്പൊ ഈ കുട്ടികളുടെ കാര്യം നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് യുവജനങ്ങൾക്കും ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയുണ്ട്. കാരണം യുവജനങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും സമൂഹം അവരുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യേണ്ട വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഈ ഒരു കാലഘട്ടം എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. ഈ യുവജനങ്ങളുടെ കാര്യം പറയുമ്പം ഇപ്പൊ എല്ലാവരും കുടിയേറി പാർക്കാണ്, പുറത്തേക്ക് പോയി പഠിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇന്ന് നാട്ടിലുള്ള പല കുട്ടികളുടെയും കൂട്ടുകാർ പുറത്തേക്ക് പോയി കഴിയുമ്പം ഇവരുടെ പാരന്റ്സിന്റെ ഭാഗത്താണെങ്കിലും മറ്റുള്ളവരും ഓക്കെ നീയും പോ. പക്ഷെ അവന് ചിലപ്പോൾ പോകാൻ താല്പര്യക്കുറവുണ്ടാവും, അല്ലെങ്കിൽ അവൻ അതിന് സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പൊ സാമ്പത്തികമായിട്ടും ഒരുപാട് പൈസ കെട്ടി വെച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ പക്ഷെ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു പ്രഷർ വരുമ്പോൾ അവര് തകർന്നു പോവും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് അവരെ നന്നായിട്ട് അലട്ടുന്ന ഒരു കാര്യമാണ്, ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സുഹൃത്തുക്കൾ പോകുന്നു, ബാക്കി എക്സാം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടി വരുന്നൊരു യൂത്തിന്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടേറിയതാണ്. കാരണം ഇതേപോലെ കേസുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു പ്രഷറാണ്. ഇവർക്ക് ഈ നാട്ടിൽ നിന്ന് എല്ലാവർക്കും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ ഈ പ്രഷർ മൂലം അവർക്ക് പോകേണ്ടതായിട്ട് വരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ, നമ്മുടെ നാട്ടിലെ ജോലികൾ
ആ ജോലിക്ക് കിട്ടുന്ന ശമ്പളം, അതിനനുസരിച്ചുള്ള ജീവിത സാഹചര്യങ്ങൾ, നിലവാരങ്ങൾ, ഇതിലെല്ലാം വ്യത്യസ്തത കണ്ടു തുടങ്ങിയപ്പോൾ ഇതിനേക്കാൾ മികച്ചത് എന്തോ കിട്ടുമെന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നമ്മുടെ താമസിക്കാനായിട്ട്. നാട്ടിലാകുമ്പോ സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ഒരു സിസ്റ്റം ആണല്ലോ. പുറത്തു പോകുമ്പോൾ ഉടനെ കുറെ സമ്പാദിക്കാമെന്നൊരു അത് മറ്റുള്ളവരെല്ലാരും പറഞ്ഞു കൊടുക്കുന്നു, ഭയങ്കര ആകർഷ്ടരാകുമല്ലോ. അത് മാത്രല്ല, ഇവിടത്തെ ഒരു പകുതി എഫേർട്ട് അവിടെ ഇട്ടാൽ മതി എന്നുള്ള ഒരു ചിന്തയും കൂടി ഉണ്ട്. പക്ഷെ പുറത്ത് പോയേക്കുന്നവരില് കുറെ പേരൊക്കെ പറയുന്നുണ്ട് അവിടെയും കഷ്ടപ്പാടൊക്കെ തന്നെയാ, പക്ഷെ ഇവരുടെ ഉള്ളിൽ ഓക്കെ അവിടെ പോയി കഴിഞ്ഞാൽ സേഫ് ആണെന്നുള്ള മനോഭാവങ്ങളുടെ വ്യത്യാസം എന്ന് പറയും. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇതിനൊരു പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ പറയാനോ അതിന് ആ ഒരു രീതിയിലൊരു എക്സ്പ്ലനേഷനോ കൊടുക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക, ഒരു സാമൂഹിക സംവിധാനത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ആ നാടിൻ്റെ തന്നെ ബലമാണ്. ആ ഒരു നാടിൻ്റെ ഇപ്പോൾ രാഷ്ട്രീയ സുസ്ഥിതിയുടേതായിരിക്കാം, ഭരണക്രമത്തിൻ്റെതായിരിക്കാം, ഒരു നേട്ടമാണ് ഒരു നാടിൻ്റേത്. അതായത് യുവജനങ്ങൾക്ക് എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ നാടിനോടുണ്ടാകേണ്ട ഒരു മമത, ഒരു അടുപ്പം, അത് ശരിക്കും പറഞ്ഞ ഒരു ഫാമിലിയുടെ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു അന്തസത്തയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് ചിലപ്പോ അധികാരികളിൽ നിന്നോ ഈ പറഞ്ഞ മേഖലകളിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ പോലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെ വിസിബിളായിട്ട് പലയിടത്തും ഇല്ല. അപ്പോൾ പോലും അതിനെയും ചലഞ്ച് ചെയ്ത് ജീവിക്കുന്ന ഒരു യുവത്വത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. അതിന് ചലഞ്ച് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. എത്രയോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന യുവത നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ 1 by 1 ആയിട്ട് എടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നേരത്തെ കുറച്ച് നാളായി തുടങ്ങിയിട്ട് മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരു മൈഗ്രേഷൻ. പിന്നെ വളരെ പ്രബലന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മീഡിയ ചലഞ്ച്, പിയർ പ്രഷർ, അതിനകത്ത് ഇതൊക്കെ എല്ലാം കണക്റ്റഡ് ആണ്. കൂട്ടുകാരുടെ ഒരു പ്രഷർ കൂടി വരുന്നു, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഈ നന്മ തിന്മകളുടെ ലോജിക്കായിട്ടുള്ള ചില വശങ്ങളെ യുവജനം മറന്നു പോകുന്ന ചില കാര്യങ്ങൾ പറയുന്നത് റൂട്ട് മറന്നു പോകുന്നു. അതായത് വളർന്നു വന്നത് എവിടുന്നാണ്, മാതാപിതാക്കളുടെ സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ ഞാൻ ആ ദേശത്തിന്റെ ഒരു നന്മ എന്താ, ഇതൊക്കെ റൂട്ട് മറന്നു പോകുന്നു. അത് ഭയങ്കര ഒരു റൂട്ട് മറന്നു പോകുന്നു, അവർ പോകേണ്ട ഇടം. കാരണം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇന്നത്തെ യുവജനങ്ങള് ശരിക്കും റിസോഴ്സ്ഫുൾ ആണ്. ഒത്തിരിയേറെ നന്മകളുടെ, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ഉറവിടം ആകെ തുകയാണ് ഈ യുവത്വം എന്ന് പറയുന്നത്. പക്ഷെ ആ യുവജനത്തിലേക്ക്, അല്ലെങ്കിൽ യുവജനങ്ങളുടെ മനസാക്ഷിയിലേക്ക്, അവരുടെ ചിന്തകളിലേക്ക് ലക്ഷ്യം മറന്നു പോകുന്ന ഒരു സംവിധാനം വന്നാലോ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ കൂലങ്കഷമായിട്ട് ചിന്തിക്കുന്നതുമായിട്ട് ഒരു കാര്യമാണ് ഡ്രഗ്സിൻ്റെ കാര്യം. അതായത് സബ്സ്റ്റൻസ് യൂസ്. ഈ മദ്യത്തിനും മയക്ക് വസ്തുക്കൾക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന യുവതലമുറ. അപ്പം ശരിക്കും അതിലേക്ക് അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോകുന്ന പല ഫാക്ടേഴ്സും ഉണ്ട്. കാരണം നമ്മുടെ ചില വിദ്യാഭ്യാസ നയങ്ങൾ പോലും അതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം വേണ്ട രീതിയിലുള്ള ശിക്ഷണം, ശാസനം, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു ഡിറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അധ്യാപകരുടെ നിസ്സഹായ അവസ്ഥ, ഇതെല്ലാം കുട്ടികളിൽ നിന്ന് യുവജനങ്ങളെ, അല്ലെങ്കിൽ യുവജനങ്ങളിലേക്ക് അവരെത്തുമ്പോൾ, യുവത്വത്തിലേക്ക് എത്തുമ്പോൾ അവർ വഴിതെറ്റി പോകുന്നുണ്ട്. കാരണം ഡിറക്ഷൻ കിട്ടാതെ പോകുന്നവർക്ക്. 12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. ഡിറക്ഷനൽ കൊടുത്താൽ ചിലപ്പോ അത് കേസുകളാവുന്ന അവസ്ഥ വരെ ഉണ്ട്. അതുകൊണ്ട് അധ്യാപകരൊക്കെ, മുതിർന്നവരൊക്കെ ഭയക്കുകയാണ്. അത് മാത്രല്ല, ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ഇപ്പൊ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഈ ലഹരിക്ക് അടിമപ്പെട്ടതാണെങ്കിൽ അതിലൊരാള് അത് ചെയ്തില്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ട് ഓക്കെ നിനക്ക് എന്തോ കുഴപ്പമുണ്ട് അങ്ങനെ, അല്ലെങ്കിൽ അവനെ കളിയാക്കുന്ന, ഇത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, നീ ഈ ഒരു പ്രായത്തിലാണെങ്കിൽ ഇത് ചെയ്യണം, അങ്ങനെ ഒരു സംഭവം. അത് നമ്മൾ പറയാം ഒരു കൾച്ചറിന്റെ ഭാഗമായി തീർന്ന പോലെയായി ഇപ്പൊ ലഹരിയുടെ പ്രശ്നമാണത്. വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതും. ഇത് നാച്ചുറൽ ആണ്. ഇപ്പോ അങ്ങനെയാണ് അവരുടെ അടുത്ത് പലപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിന് കൺവിക്ഷൻ വേണം, ശക്തമായ കൺവിക്ഷൻ. ആ കൺവിക്ഷൻ നമുക്ക് കിട്ടേണ്ടത് കുടുംബങ്ങളിൽ നിന്നും അതുപോലെ വിദ്യാലയങ്ങളിൽ നിന്നുമാണ്. തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ കുടുംബങ്ങളില്
ഒരു അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യം, അല്ലെങ്കിൽ മുതിർന്ന സഹോദരങ്ങളുടെ സാന്നിധ്യം, ഇതെല്ലാം ഒരു കുഞ്ഞിനെ നേർവഴിക്ക് തിരിക്കുന്നതാവണം. അപ്പം ഞാൻ ഓർക്കുവാണ് ഒരു കുട്ടിയുടെ കാര്യം, അതായത് കേസ് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടി മൊബൈലിലൊരു ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രൊബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ഗെയിമാണ് കളിക്കുന്നത്. കൊച്ചുകുട്ടി. അപ്പോൾ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഇവൻ ഈ ഗെയിം കളിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് ഇവൻ്റെ കസിൻ ബ്രദേഴ്സാണ്. അപ്പോൾ ഈ കസിൻ ബ്രദേഴ്സ് കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഓടി വന്നിട്ട് ഈ കുട്ടിയോട് പറയണം, നീ കളിക്കണ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. ഉടനെ തന്നെ കുട്ടിയുടെ മനസ്സിലേക്ക് ഉയർന്ന വികാരം, അത് നിങ്ങൾ എൻ്റെ വീട്ടിൽ പറയേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ കാര്യങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും നോക്കിക്കോളും, പറയേണ്ട. പക്ഷെ എന്നാലും ഈ കസിൻ ബ്രദേഴ്സ് ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു. അമ്മയും അപ്പനും അത് വേണ്ട രീതിയിൽ സ്വീകരിച്ചു, തിരുത്തി കൊടുക്കാനായിട്ട് സാധിച്ചു. പക്ഷേ പലപ്പോഴും നമ്മുടെ ഈ കുടുംബ സാഹചര്യങ്ങളിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് വന്ന് കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കുറഞ്ഞു. അതെ, ഇൻഡിവിജ്വലൈസ്ഡ് ആയി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ നിങ്ങൾ ആരും തിരുത്താൻ വരണ്ട, അല്ലെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ കാര്യം നിങ്ങൾ ആരും നോക്കണ്ട. ഇങ്ങനെ ഒരു ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ഫാമിലികൾ പോകുന്നപ്പോൾ എന്താ പറ്റിയത്? അവിടെ നമ്മുടെ കുട്ടികളും യുവജനങ്ങളുമാണ് നശിക്കുന്നത്. പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ, അല്ലെങ്കിൽ ഒരു കൗമാരപ്രായക്കാരനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അഡോളസെൻ്റ് ഏജിലുള്ളൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ മറ്റുള്ള വീട്ടുകാർക്കും ഒരു ശ്രദ്ധയുണ്ട്. നടന്നു പോകുമ്പോ തന്നെ പറയല്ല, അത് ആന്റണിയുടെ മകനാണല്ലോ, ഇവനിവിടെ കാണേണ്ടതല്ലല്ലോ എന്ന് സൂചിപ്പിക്കും. ഇപ്പൊ ആർക്കും തിരുത്തി കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കും യുവതലമുറ മാറിപ്പോവുകയാണ്. കാരണം അവരറിയുന്നില്ല, അവർ കൂടുതലും ഒരു പ്ലഷർ സീക്കേഴ്സാണ്. അപ്പം അഡോളസെൻസിൽ നിന്ന് നമ്മളൊരു യുവത്വത്തിലേക്ക് മാറുമ്പോൾ, കൗമാരപ്രായത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് മാറുമ്പോൾ അതൊരു നോവൽറ്റി സീക്കിംഗ് ഏജാണ്. ക്രിയേറ്റിവിറ്റിയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അവരുടെ ക്രിയാത്മകമായ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ലഹരി കൊടുത്ത് സന്തോഷിപ്പിച്ച് ഒരു എന്താ പറയുക, ഷോർട്ട് ടൈം പ്ലഷറിലേക്ക് നമ്മുടെ മക്കൾ വീണു പോവുകയാണ്. ഈ ലഹരി പോലെ തന്നെ പല അഡിക്ഷൻസ് ഉണ്ടല്ലോ, വളരെ ശക്തമായി ഇപ്പൊ പ്രിവലന്റ് ആയിട്ടുള്ള അഡിക്ഷനാണ് മൊബൈൽ അഡിക്ഷൻ. അതുകൊണ്ട് എത്രയോ സമയം പോകുന്നു അവരുടെ, എത്രയോ തരത്തില് മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നു. അല്ല, അത് വാസ്തവത്തിൽ ഇങ്ങനൊരു ഇപ്പൊ കുട്ടികൾക്ക് മൊബൈൽ വഴിയാണ് പല കാര്യങ്ങളും, പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കിട്ടുന്നത് എന്നുള്ളതാണ്. വാട്സപ്പിലൂടെയാണ് പഠിക്കാനുള്ള സിലബസിന്റെ പല കാര്യങ്ങളും വരുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവര്, പ്രത്യേകിച്ച് നമ്മുടെ കൊറോണ സാഹചര്യത്തിൽ വന്നതാണ് അതങ്ങനെ. പക്ഷെ അത് ഈ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നു എന്ന് കുറ്റം പറയുന്നതോടൊപ്പം തന്നെ ഈ വലിയ തലമുറ ഇതിന് അഡിക്റ്റാണ്. അത് ഒരു പരിധി വരെ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് അമ്മയും അപ്പനും പോയിട്ട് അതിൽ നോക്കുകയാണ്. അപ്പോൾ അത് വളരെയധികം കാര്യങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട്. പല വീട്ടിലും ചെന്ന് വീടുകൾ സന്ദർശിക്കുമ്പോൾ കാണാൻ പറ്റും, ചില സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ മൊബൈൽ കയ്യിൽ കൊടുത്താലേ കുട്ടികൾ ഭക്ഷണം കഴിക്കുള്ളൂ. ഭക്ഷണം കൊടുത്താൽ അല്ലെങ്കിൽ അവർ കഴിക്കില്ല. ഇത് ഇങ്ങനെ നോക്കിയിരിക്കുക, അമ്മ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അമ്മയ്ക്ക് വേറെയും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ, ജോലികൾ ചെയ്യാനുണ്ട്. ആ സമയത്ത് അമ്മയ്ക്ക് അതൊരു എളുപ്പപ്പണി ആയതുകൊണ്ട് അമ്മ അത് ചെയ്യാണ്. പക്ഷെ വളരെ മാരകമായ പരിണിത ഫലമാണ് അതിന്റെ പുറകിലുണ്ടാവുന്നത്. കുഞ്ഞുങ്ങളുടെ അവരിൽ നിന്നെങ്കിലും അത് അകറ്റി നിർത്താൻ പാടില്ല. അപ്പൊ അത് വലിയൊരു, നമുക്ക് പുതിയ തലമുറയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മുൻ തലമുറയുടെ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ തലമുറകളിൽ ഈ കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അവർക്ക് വളരെയധികം ഇതുകളുണ്ട്. ഇപ്പൊ ചെറുപ്പത്തിൽ ഞാനുണ്ട്, ഇപ്പൊ കഷായം കുടിക്കും. പണ്ട് കാലത്ത് കഷായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾക്ക് പഥ്യം വേണമെങ്കിൽ ആ ഭക്ഷണ സാധനങ്ങൾ ഇറച്ചിയും മീനും കഴിക്കില്ല. അന്ന് വീട്ടിൽ ആ ദിവസങ്ങളിൽ ഇറച്ചി മീനും ഉണ്ടാവില്ല. അപ്പോൾ എന്നിട്ടാണ്, അല്ലെങ്കിൽ ആ കുട്ടി എവിടെയെങ്കിലും കണ്ട് മണം പിടിച്ച് കുട്ടിക്ക് അത് കൊടുക്കണമെന്നായിരിക്കും. അപ്പോൾ കുട്ടികൾ പാരൻസ് അത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്, ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. എല്ലാവരും ചേർന്ന് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? അതെ, കുട്ടിക്ക് വേണ്ടതൊക്കെ നമ്മൾ കുട്ടിയും ചെയ്യുന്നു. കുട്ടിയോട് തെറ്റായി പറയുന്ന കാര്യങ്ങൾ മാതാപിതാക്കന്മാരിൽ മാറ്റി വയ്ക്കാനായിട്ട് ഇന്ന് പല മാതാപിതാക്കന്മാരും സന്നദ്ധരല്ല. അത് ഈ തലമുറയുടെ, വെറുതെ നമ്മൾ പുതിയ തലമുറയെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം അവരും വഴിതെറ്റി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. നല്ല മാതാപിതാക്കന്മാരായിട്ട് പോലും അതിനുണ്ട്. പക്ഷെ മറ്റൊരു ഘടകം, നമ്മൾ ഇന്ന് നല്ല അധ്യാപകരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നല്ലൊരു ഐഡിയൽ മാതാപിതാക്കന്മാരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ ശിക്ഷിക്കുന്നത്, നമ്മൾ ജയിലിൽ പോകുമെന്ന് പറയേണ്ട കാരണം, പല മാതാപിതാക്കന്മാരും കുട്ടികളെ അമിതമായി ശിക്ഷിച്ചതുകൊണ്ടുണ്ടായ കേസുകൾ വന്നതിന് ശേഷമാണ് ഈ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമങ്ങൾ വന്നത്.
അതും അതിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അതിലൊക്കെ മാറ്റം വരേണ്ടിയിരിക്കും. ഇപ്പം ഈ പറഞ്ഞ പോലെ ലഹരി ആണെങ്കിലും ഫോൺ ആണെങ്കിലും എന്തിന്റെ അഡിക്ഷൻ ആണെങ്കിലും അതിപ്പോ മാനസികമായിട്ടുള്ള രോഗങ്ങളിലേക്ക് കടക്കൂലോ. അപ്പൊ അതെങ്ങനെയായിരിക്കും ഒന്ന്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി, ഒരു കുഞ്ഞ് വീട്ടിൽ വളർന്നു വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഫാമിലിയുടെ മുഴുവൻ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അതായത് കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, കുട്ടികൾ ആ ഒരു പ്രായത്തിൽ നേടേണ്ട കാര്യങ്ങൾ, കുട്ടികൾക്ക് ഉത്തരവാദിത്വങ്ങളും കടമകളും ഉണ്ടെന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മറന്നുപോയിക്കൊണ്ടല്ല ഒരു കുടുംബത്തിൽ മറ്റുള്ളവർ പെരുമാറേണ്ടത്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം കുട്ടികൾക്ക് അത് അവർ ചെയ്യണ്ട, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. യുവജനങ്ങളുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കോ അവൻ അത്രയും പ്രായമായെങ്കിൽ അവനൊന്നും ചെയ്യാൻ അറിയത്തില്ലെന്നേ, അതുകൊണ്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട. പക്ഷേ ഇനി അതല്ല നമ്മൾ ഓർക്കേണ്ടത്. കാരണം മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് സാർവത്രികമായ ഒരു മനുഷ്യ അവകാശമാണെന്ന് മാനസികാരോഗ്യ ദിനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ മനുഷ്യന്റെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ കടമയുമാണ്. അപ്പൊ ആ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. പ്രത്യേകിച്ച് യുവജനങ്ങളോടാണ് കൂടുതലും നമുക്ക് ഈ ഒരു കാര്യം പറയാനായിട്ടുള്ളത്. മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത്, യുവജനങ്ങളുടെ ക്ലാസ്സുകളിൽ ഈ അഡിക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അവരുടെ സെഷൻസുകളിൽ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മൊബൈൽ കമ്പനിക്കാർ തന്നെ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കം പേർക്കേ അതറിയാവുള്ളൂ. ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് മൊബൈലുകളിൽ. അത് ആൻഡ്രോയിഡ് വേർഷനിലാണേലും ആപ്പിളുകളിലാണേലും ഉണ്ട്. സെറ്റിങ്സ് എടുത്താൽ ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ നമ്മൾക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാം. എത്ര മണിക്കൂർ ഞാൻ ഉപയോഗിക്കുന്നു, എത്ര മിനിറ്റ് ഞാൻ ഉപയോഗിക്കുന്നു, ഏത് ആപ്പാണെങ്കിൽ പോലും അല്ലെങ്കിൽ മൊബൈൽ ആണെങ്കിൽ പോലും രാത്രി എങ്ങനെ ചെയ്യണം, കൃത്യമായിട്ട് ഈ കമ്പനിക്കാർ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് അറിയുന്ന യുവാക്കളോ മുതിർന്നവരോ ഉണ്ടോ എന്നറിയില്ല. ഇത് കേൾക്കുന്നവരെങ്കിലും അതൊന്ന് ഉപയോഗിക്കാനും മനസ്സിലാക്കാനും നമ്മളെ തന്നെ മൊബൈലിനോട് കൺട്രോൾ ചെയ്യപ്പെടാനും അനുവദിക്കണം. ഇത് പറഞ്ഞപ്പോഴും ഞാൻ വേറൊരു കാര്യം എടുത്തേ. അതായത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിരിക്കുന്ന ബോട്ടിൽ തന്നെയാണ് അത് പൊട്ടിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, അച്ഛൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ മാനസിക ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് നമ്മളുമായിട്ട് ഇടപെടുന്ന സാഹചര്യങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് കണ്ണു തുറന്ന് കാണാനായിട്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർ എന്തൊക്കെയോ ചെയ്ത് കാട്ടുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എവിടെ നിന്ന് വന്നു, എൻ്റെ റൂട്ട് ഏതാണ്, എനിക്ക് എവിടേക്കാണ് പോകേണ്ടത്, ആരോടൊക്കെ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് എന്ത് പദ്ധതിയാണുള്ളത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ യുവജനങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ സാമൂഹ്യ അന്തരീക്ഷത്തെ, നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ, അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തെ തന്നെ പുതുതാക്കി നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പുതിയ നിർമ്മിതിയിലേക്ക് അവർക്ക് പോകാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, യുവജനങ്ങൾക്ക് കുറച്ചുകൂടി എന്തെങ്കിലും നന്നായിട്ട് മനസ്സിലായ അവർ പെർഫെക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുവേ. കാരണം അത്രയും പവർഫുൾ ആണ് അവർ. അതിന് നമ്മുടെ സഭ തന്നെ 2012 ഇറക്കിയതാണ് UCAT, യുവജന മതബോധന ഗ്രന്ഥം. ഒരു ചോദ്യം അതിനുത്തരം, അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം വന്നാൽ അതിന് ഉത്തരവുണ്ട്. അത് മൊറൽ ലൈഫിലും ആണെങ്കിലും കൊള്ളാം, സാധാരണ ലൈഫിലാണെങ്കിലും കൊള്ളാം, വിശ്വാസ ജീവിതത്തിലാണെങ്കിലും കൊള്ളാം. അതൊക്കെ ഉപയോഗിക്കുന്ന, അങ്ങനെ അത് ഏറ്റെടുത്തിട്ട് ധാർമ്മികമായ നിലപാടെടുത്ത വ്യക്തികളെ എനിക്കറിയാം. അതവർ പഠിച്ചിട്ടുകൊണ്ടാണ്. അത് പ്രത്യേകിച്ച് ഒരു ഭ്രൂണഹത്യയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ആ കൊച്ചിന് അറിയായിരുന്നു അതിന് കൂടെ നിൽക്കുന്നത് പോലും തെറ്റാണെന്ന്. അപ്പൊ ഡോക്ടറിനോട് ശക്തമായിട്ട് ആ നേഴ്സ് കുട്ടി പറഞ്ഞു, ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നത് തെറ്റാണ്, ഇത് എതിരാണ്. നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഏത് വിഭാഗത്തെ, അതായത് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, വാർദ്ധക്യ ദിശയിലുള്ളവരായാലും ശരി, അവനവന്റെ മാനസിക ആരോഗ്യത്തെ സംരക്ഷിക്കപ്പെടാൻ അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട അവനവന്റെ അവകാശമാണെന്നും കടമയാണെന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ നല്ലതിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ, ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സിസ്റ്റർ ഡോണയ്ക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.